ഒരു AI ടൂൾ മന്ത്രിയായാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഈ പറയുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊന്നുമല്ല. നിലവിൽ അൽബേനിയയിലെ ഒരു മിനിസ്റ്റർ ഒരു AI അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ദിയല എന്നാണ് ഈ AI മന്ത്രിയുടെ പേര്. നിലവിൽ ഈ മന്ത്രി ഭരിക്കുന്നത് അൽബേനിയയുടെ പബ്ലിക് പ്രൊക്യൂർമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു തരാം. അൽബേനിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള എഡി റാമ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. അൽബേനിയയിൽ പല വലിയ ഗവൺമെന്റ് കോൺട്രാക്ടുകളും ഏറ്റെടുത്ത് നടത്തുന്നത് ചുരുക്കം ചില പ്രൈവറ്റ് കമ്പനികളാണ്. പക്ഷെ പലപ്പോഴും ഇത്തരം കമ്പനികൾ ഈ കോൺട്രാക്ടുകൾ നേടിയെടുക്കുന്നത് നേരായ മാർഗത്തിലൂടെയല്ല. ഒരു ഗവൺമെന്റ് പ്രൊജക്ടിന് വേണ്ടി ടെൻഡർ വെക്കുമ്പോൾ ആ ടെൻഡറിനെ കൈക്കൂലി കൊണ്ടും പവർ കൊണ്ടുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പല വൻപൻ പ്രൈവറ്റ് കമ്പനിക്കാരും ശ്രമിക്കുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള കോൺട്രാക്ടുകൾ എത്തിച്ചേരുന്നത് അർഹതയോ നിലവാരമോ ഇല്ലാത്ത പ്രൈവറ്റ് കമ്പനികളിലേക്കായിരിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് അൽബേനിയൻ പ്രൈം മിനിസ്റ്റർ തീരുമാനിക്കുന്നത് ഒരു AI അസിസ്റ്റന്റിനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയാക്കി വെക്കാമെന്നുള്ളത്. AI ആവുമ്പം കൈക്കൂലി വാങ്ങില്ല, ഭീഷണിക്ക് വഴങ്ങേണ്ട ആവശ്യമില്ല, മാത്രമല്ല കോൺട്രാക്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കമ്പനികളുടെ ചരിത്രവും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ചികഞ്ഞെടുത്ത് പരിശോധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ലോകത്തിൽ ആദ്യമായി ഒരു AI അസിസ്റ്റന്റ് മന്ത്രിയായി മാറുന്നത്. അപ്പം അൽബേനിയയിലെ ദിയല്ല AI മിനിസ്റ്റർ എത്ര കാലം ഭരിക്കുമെന്നറിയില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മന്ത്രി വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും നമുക്കൊരു AI മന്ത്രിയുടെ ആവശ്യം?